അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു വിഷയമാണ്, നമ്മുടെ വീടുകളിൽ വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് ഉപ്പൂപ്പന്മാർ ഉമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവര് മഗ്‌രിബാകുന്ന സമയത്ത് തന്നെ കുട്ടികളെയൊക്കെ വീട്ടിനകത്തേക്ക് കയറ്റിവിടും. മഗ്‌രിബായാൽ കുട്ടികളെ വീട്ടിൽ നിന്നും പുറത്തിറക്കുന്നത് വളരെ കർശനമായി അവർ നിരോധിച്ചിരുന്നു. ഒരു കാരണവശാലും കുട്ടികളെ അവർ മഗ്‌രിബായാൽ പുറത്തുവിടാൻ അനുവദിച്ചിരുന്നില്ല. എന്താണ് അതിന് കാരണം? അതിന് ഹദീസിലോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ വല്ലതും പറഞ്ഞതായിട്ട് തെളിവുകളുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ രണ്ടിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് മഗ്‌രിബിന്റെ സമയമായാൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്നും അങ്ങനെ പുറത്തിറക്കിയാലുള്ള ഭവിഷ്യത്ത് എന്താണ് എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഹദീസ് വരുന്നുള്ളത്. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? വൈകുന്നേരത്തിന്റെ അവസാനമായാൽ അല്ലെങ്കിൽ രാത്രിയുടെ തുടക്കമായാൽ, അത് രണ്ടും മഗ്‌രിബാണ്. വൈകുന്നേരത്തിന്റെ അവസാനമൊന്നും രാത്രിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് മഗ്‌രിബാണ്. അപ്പൊ മഗ്‌രിബിന്റെ സമയമായാൽ ഫഖുഫു സിബിയാനക്കും, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ തടഞ്ഞു വെക്കണം. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, തടഞ്ഞു വെക്കണം, പുറത്തിറക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തടഞ്ഞു വെക്കാൻ പറയുന്നത്? ആ സമയത്താണ് കൂടുതൽ ശൈത്താന്മാരിങ്ങനെ ഇളകി നടക്കുന്നത്, അവരെ വിരഹം നടത്തുന്നത് ആ സമയത്താണ്. ശൈത്താന്മാർ താണ്ഡവം നടത്തുന്ന സമയമാണത്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ കുട്ടികളെ പുറത്തിറങ്ങി അവരുടെ ഇടയിൽ പെടുന്നത് എങ്കിൽ അവര് കുട്ടികളെ ദേഹോപദ്രവം ചെയ്യാൻ സാധ്യതയുണ്ട്. ശൈത്താന്മാര് കുട്ടികളെ ദേഹോപദ്രവം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അധികം വരുന്നത് രോഗങ്ങളാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ വരിക, രോഗങ്ങൾ വന്നാൽ രോഗം മാറാതിരിക്കുക, കുട്ടികൾ ചിലപ്പോൾ ഉറക്കിൽ ഞെട്ടിയണിക്കുക, ഞെട്ടിക്കൊണ്ടേയിരിക്കുക, അതുപോലെ തന്നെ പനി വന്നാൽ മാറാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാകും. അല്ലാതെ കുട്ടികളുടെ ശരീരത്തിൽ ശൈത്താൻ കയറിയിട്ട് പലതരത്തിലുള്ള പ്രക്രിയകൾ കാണിക്കും എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പലതരത്തിലുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞ അതേ ഹദീസ് നമുക്ക് നോക്കിയാൽ കാണാം, 1 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊള്ളുക. 1 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിൽ നിന്ന് 1 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇശാഇന്റെ സമയം വരെ, അതിനുശേഷം നിങ്ങൾ കുട്ടികളെ വിട്ടുകൊള്ളുക. അതിനുശേഷം പിന്നെ കുട്ടികൾ പുറത്തു പോകില്ലല്ലോ ഏതായാലും. കാരണം മഗ്‌രിബായി കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരം, ഓത്ത്, ബൈത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഇശാ ആയി കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണം, അതുപോലെ തന്നെ പിന്നെ നമ്മൾ കിടക്കാൻ പോകല്ലേ. എന്നാൽ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ വാതിലുകൾ അടക്കണം. വാതിലുകൾ എങ്ങനെ അടക്കണം? ബിസ്മി ചൊല്ലിയിട്ട് അടക്കണം എന്നാ പറയുന്നുള്ളേ. ബിസ്മി ചൊല്ലിയിട്ട് അടക്കണം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പാത്രങ്ങൾ, ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ, അതൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് മൂടി വെക്കണം. ബിസ്മി ചൊല്ലിയിട്ട് അടക്കണം, ബിസ്മി ചൊല്ലിയിട്ട് മൂടി വെക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് എന്നും പറയുന്നുണ്ട്. ബിസ്മി ചൊല്ലിയാൽ ശൈത്താന്മാർക്ക് അത് പിന്നെ തുറക്കാൻ കഴിയില്ല. അത് വാതിലായാലും പാത്രങ്ങളായാലും ഏതായാലും ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടോ അവിടേക്ക് ശൈത്താന്മാർക്ക് തൊടാനുള്ള അധികാരമില്ല. ഇനി രണ്ടാമത്തെ ഹദീസ് ഏതാ? രണ്ടാമത്തെ ഹദീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ വരുന്ന ഹദീസാണ്. ആ ഹദീസിൽ കുട്ടികളെ മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും തടഞ്ഞു വെക്കാൻ പറയുന്നുണ്ട്. കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും നിങ്ങൾ തടഞ്ഞു വെക്കണം. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം നേരത്തെ പറഞ്ഞ അതേ ഹദീസിലുള്ള അർത്ഥം തന്നെയാണ് ഇതിനിക്കുമുള്ളത്. ഇതിൽ വളർത്തുമൃഗങ്ങളെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മഗ്‌രിബായി കഴിഞ്ഞാൽ കുട്ടികളെ ആയാലും വളർത്തുമൃഗങ്ങളെ ആയാലും നിങ്ങൾ പുറത്തിറക്കരുത്. പക്ഷെ ഇവിടെ വരുന്ന ഒരു സംശയം, ഇത് കുട്ടികളെ മാത്രം ബാധിക്കുന്നതാണോ? അതെന്താണ് ഈ കുട്ടികളെ അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം? അവിടെ പണ്ഡിതന്മാർ പറയുന്ന 2 കാര്യമാണ്. ഒന്നാമത്തത്, കുട്ടികൾ എന്ന് പറയുമ്പോൾ കൂടുതൽ നജസുമായി ബന്ധപ്പെടുന്നവരായിരിക്കും. അവരുടെ ശരീരത്തിലും മറ്റും ചിലപ്പോ മൂത്രത്തിന്റെയോ മറ്റും ഇങ്ങനെ നജസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ശൈത്താന്മാര് എന്ന് പറയുന്നതും ഈ നജസുമായി ബന്ധപ്പെടുന്ന സ്ഥലത്താണ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നുള്ള ദിക്ർ പറയാൻ വേണ്ടി പറയുന്നത്. ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്ർ ചൊല്ലൽ സുന്നത്താക്കി തന്നത്. അപ്പൊ അങ്ങനെ നജസുമായി ബന്ധപ്പെടുന്ന കുട്ടികളാവുമ്പോ അവരിലേക്ക് കൂടുതൽ ശൈത്താന്മാർ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ കുട്ടികൾക്കായാലും മൃഗങ്ങൾക്കായാലും മറ്റു മനുഷ്യരെക്കാളൊക്കെ കാണാനുള്ള ശക്തി, ചില സാധനങ്ങളെയൊക്കെ കാണാനുള്ള ശക്തി കൂടുതലാണ് എന്നും അവർ ശൈത്താന്മാരെയൊക്കെ അവർ കണ്ടാൽ അവർ പേടിച്ച് കരയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടുമാണ് കുട്ടികളെ പ്രത്യേകം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ വലിയവരാകുമ്പോൾ ചിലപ്പോൾ ശൈത്താന്മാർ ഇല്ലാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ള ദിക്ർ പറയും, അല്ലെങ്കിൽ ആയത്തുൽ കുർസി പോലെയുള്ള ഖുർആനുകളോതും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിക്റുകൾ പറയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ശൈത്താന്മാർ ദൂരെ നിൽക്കും. പക്ഷെ കുട്ടികൾക്ക് അതറിയില്ലല്ലോ. അപ്പോ പലതരത്തിൽ ഈ കുട്ടികളുമായിട്ടാണ് ശൈത്താന്മാർ കൂടുതൽ ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെ മാത്രം എടുത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെയുള്ള അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ മൃഗങ്ങളെയും എല്ലാ ഷർറിനെ തൊട്ടും അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാവട്ടെ. നമ്മളെ അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.